മതേതരത്വത്തിന്റെ കരുത്തുറ്റ മാതൃകയായി ഇന്ത്യയുടെ ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുന്ന കേരളത്തെ ആസൂത്രിതമായി അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ ദി കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിലൂടെ പുനരാരംഭിച്ചിരിക്കുകയാണ്. കലയെന്ന സർഗാത്മക മാധ്യമത്തെ വിദ്വേഷ പ്രചാരണത്തിലുള്ള വെടിക്കോപ്പാക്കി മാറ്റി ഒരു സംസ്ഥാനത്തെ മുഴുവൻ അപരവൽക്കരിക്കാനുള്ള ഈ നീക്കം അത്യന്തം അപകടകരമാണ്. ആദ്യ ഭാഗം പുറത്തിറങ്ങിയ വേളയിൽ ഉന്നയിക്കപ്പെട്ട വസ്തുതാവിരുദ്ധതയും യുക്തിശൂന്യമായ കണക്കുകളും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടിട്ടും വീണ്ടും അതേ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള പിന്നണി പ്രവർത്തകരുടെ തീരുമാനം ഇത് വെറുമൊരു സിനിമയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ദൃശ്യാവിഷ്കാരമാണെന്ന് അടിവരയിടുന്നു. വസ്തുതകളുടെ പിൻബലമില്ലാതെ യഥാർത്ഥ സംഭവം എന്ന വ്യാജ ലേബലിൽ മുസ്ലിം സമൂഹത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ഇത്തരം ആഖ്യാനങ്ങൾ ജനാധിപത്യ ബോധത്തിനേൽപ്പിക്കുന്ന മുറിവ് ആഴത്തിലുള്ളതാണ്. സാമൂഹിക നീതിയിലും മതസൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായ കേരളത്തിന്റെ രാഷ്ട്രീയ ബോധത്തെയും സാംസ്കാരിക പൈതൃകത്തെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം ചിത്രങ്ങൾ ഭീതിയുടെയും അവിശ്വാസത്തിന്റെയും വിത്തുകളാണ് പാകുന്നത്. കേരളത്തിന്റെ അതിജീവനത്തിന്റെയും ഐക്യത്തിന്റെയും ഉജ്ജ്വലമായ ചരിത്ര വസ്തുതകളെ ബോധപൂർവം വിസ്മരിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ തട്ടകമായി ഈ നാടിനെ ചിത്രീകരിക്കുന്നത് യാദൃച്ഛികമല്ല. ഇത് രാജ്യത്തിന്റെ മതേതര ഘടനയെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. വസ്തുതകളെക്കാൾ ഭാവനയ്ക്കും വിദ്വേഷത്തിനും പ്രാധാന്യം നൽകുന്ന ഇത്തരം സിനിമകൾ കലയുടെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. അപവാദ പ്രചരണങ്ങളിലൂടെ അധികാരമുറപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ ഉപകരണം മാത്രമായി സിനിമ തരം താഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സങ്കുചിത രാഷ്ട്രീയ അജണ്ടകളെയും അവയുടെ മറവിൽ വിളമ്പുന്ന വർഗീയ വിഷത്തെയും സന്ധിയില്ലാതെ എതിർക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.